ഹലോ ഗൈസ്, വെൽക്കം ടു മൂപ്പൻസ് വ്ലോഗ്സ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ രണ്ട് തരം ആൾക്കാരുണ്ട്. ചിലത് അറിയാൻ ശ്രമിക്കുന്ന ആൾക്കാർ, അതായത് പുതിയ പുതിയ അറിവുകൾ അല്ലെങ്കിൽ നമുക്കറിയാത്തത് തെറ്റുകൾ തിരുത്തുന്ന ആൾക്കാർ. മറ്റത് നമ്മൾ എന്നോ കേട്ട കാര്യങ്ങൾ അത് മാത്രമാണ് ശരി, ഇനി ഒരിക്കലും നമ്മൾ അത് മാറ്റിപ്പിടിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ. രണ്ട് തരമാണ് ആൾക്കാർ. അതിനെ വേണമെങ്കിൽ നമുക്ക് പല ഘടകങ്ങളായിട്ടും ഡിവൈഡ് ചെയ്തൊക്കെ മാറ്റാം, പല തരത്തിൽ വീണ്ടും 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 ക്ലാസിഫൈ ചെയ്യാം. ഇവിടെ ഞാൻ പറയാൻ വേണ്ടിയിട്ട് വരുന്ന വിഷയം, സ്വാഭാവികമായിട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ ഇതിനകത്ത് ഈ പുതിയ അറിവുകളെ അല്ലെങ്കിൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശേഷിയുള്ളവർക്ക് ഇത് മനസ്സിലാകുമെന്നും അതല്ലാത്തവർക്ക് ശരിക്കും പറഞ്ഞാൽ അയ്യേ എന്തുവാ ഇത് കാണിക്കുന്നേ, ഒരു പെണ്ണല്ലേ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഒന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് തെറി വിളിക്കാനൊക്കെ തോന്നും. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. കാരണം അതെനിക്കും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ സോഷ്യൽ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, നമ്മൾ സാമൂഹിക ജീവി ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ചിന്താ നിലവാരത്തിനെ കുറിച്ച്, നമ്മളിടുന്ന വിഷയത്തിനെ കുറിച്ച്, അവരുടെ ചിന്തകൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ എനിക്കും കൂടെ കിട്ടും എന്നുള്ളതിനാൽ ആ ഒരു വിഷയം തീർച്ചയായിട്ടും ഞാനിവിടെ തുറന്ന് കാണിക്കാൻ പോകുന്നു. ഇത് ഓൾറെഡി ഉള്ളത് തന്നെയാണ്. ഏതാണ്ട് 1 മന്തിന് മുമ്പ് നമ്മുടെ മലയാളത്തിൽ ഞാൻ ഒരുപാട് ചാനലുകൾ നിങ്ങൾ പലരും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നു, ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ചെയ്യുന്ന ഒരു ലേഡിയുടെ വീഡിയോ ആണ് ഞാൻ പ്ലേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവർ പറയുന്നൊരു കാര്യം, അസ്ല എന്നാണ് പേര്, അസ്ല മാർലി. പലർക്കും അറിയാം, പലർക്കും അറിയാമെന്ന് വെച്ചാൽ ഒരു 11 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വലിയ ചാനലാണ്. റീസെൻ്റ് ആയിട്ട് അവർ ഒരു ഇട്ടൊരു വീഡിയോ, അത് കമൻറ്റ്സ് ടേൺ ഓഫ് ആണ്. എന്തുകൊണ്ടാണ് കമൻറ്റ് ബോക്സ് ടേൺ ഓഫ് ചെയ്യേണ്ടി വന്നു, ആ കുട്ടിയുടെ ഗതികേടിനെ കുറിച്ചും ആ കുട്ടി പറഞ്ഞ വിഷയം അത് റെലവൻ്റ് ആണോ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് കേട്ടിട്ട് നിങ്ങൾക്ക് കളിയാക്കാൻ തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ദയവായി കളിയാക്കുക തന്നെ ചെയ്യുക, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആ വിഷയം എന്താണ് ഇത്രയും വലിയ പാതകം അസ്ല ചെയ്തതെന്ന് നമുക്ക് കേൾക്കാം. വീഡിയോ വേണം ഇതിനെ കുറച്ച് ഡീറ്റെയിൽ വീഡിയോ വേണം എന്ന് പറഞ്ഞാൽ അതിന് കൂട്ടത്തിൽ ഞാൻ 2 കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ഭർത്താവില്ലേ, പിന്നെന്ന് പറയുന്നത് പിന്നെ ഒരു കമന്റ് എന്ന് പറയുന്നത് എന്താ പറയാ, സ്വന്തം ഭർത്താവിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഈഗോ വരും, ഇതൊന്നും യൂസ് ചെയ്യുന്നത് നല്ലതല്ല. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഓക്കെ. കുറേ പേര് മനസ്സിൽ ഇങ്ങനെ തെറ്റുകാരുണ്ട്, നമ്മളുടെ മാരേജ് ലൈഫിൽ നമ്മൾ ഒട്ടും സെക്ഷലി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലാണ് ഇന്നത്തെ കാര്യത്തിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ കുറച്ചു പേർക്കെങ്കിലും ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ സമൂഹത്തിലുള്ളത് ലൈംഗിക ദാരിദ്ര്യമാണ്. നമ്മൾ റീസെൻ്റ് ആയിട്ട് പല വിഷയങ്ങളിൽ, നമുക്ക് ഈ അടുത്ത കാലത്ത് നടന്ന പല വിഷയങ്ങളിൽ, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അടക്കമുള്ള വിഷയങ്ങളിൽ അതിൻ്റെ കാഴ്ചക്കാർ എന്നുള്ളൊരു സംഭവത്തിൻ്റെ അകത്ത് ഒരു കൂട്ടർ ശരിക്കും പറഞ്ഞാൽ ലൈംഗിക ദാരിദ്ര്യത്തിൻ്റെ അടിമകളാണ്. ഫേസ്ബുക്ക് പോലുള്ള അവിടെയൊക്കെ വരുന്ന പോസ്റ്റുകളുടെ താഴെ വരുന്ന കമൻറ്റുകൾ, പല സ്ഥലങ്ങൾ നോക്കിയാൽ ലൈംഗിക ദാരിദ്ര്യം വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള അതിനെക്കുറിച്ചുള്ള എഡ്യൂക്കേഷൻ കിട്ടാത്തതാണ്. അങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ചില ശിശിര, എന്താ സ്പാർക്ക് ബൈ ശിശിര ഒരു ചാനൽ, അതുപോലെ തന്നെ അസ്ല, ഇങ്ങനെ വേറൊരു മേടയിൽ ഒരു പയ്യൻ ഒരു ചാനലോട് കേട്ടോ, അയാൾ നിരപ്പേലോ അങ്ങനെ എന്തൊരു പേര്. അപ്പം ഇങ്ങനെ കുറച്ച് വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമാണ് അവർ ഈ യൂട്യൂബിലൂടെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ അവരെയോ സാമൂഹികമായിട്ട് ഒറ്റപ്പെടുത്തുക, ഇവരെന്തോ വലിയ പാതകം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ്. പണ്ട് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞതിന് നമ്മുടെ ആ ഒരു പുള്ളിക്കാരന് ഗലീലിയോ, അയ്യോ തെറ്റാണെന്ന് ക്ഷമിക്കണേ, എന്തായിരുന്നു അദ്ദേഹത്തിനെ പിടിച്ച് നമ്മൾ തൂക്കിലേറ്റിയ ആൾക്കാരാണ് നമ്മൾ. അപ്പം മനസ്സിലാക്കുക, ഇവിടെ കാലം മാറി, ആൾക്കാർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു വഴി തേടണം എന്നുള്ളതാണ്. ഇവിടെ പുള്ളിക്കാരി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മുടെ സമൂഹത്തിൽ ആണുങ്ങൾ എന്ന് വെച്ചാൽ ഞാനടങ്ങുന്ന ആണുങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും, സത്യം പറഞ്ഞാൽ എല്ലാവരെയും ജനറലൈസ് ചെയ്ത് പറയുന്നതെന്ന് ആരും പറയരുത്, എന്നാൽ അവരെ സ്വയം തൃപ്തിപ്പെടുത്തുന്നവരാണ്. സ്വയം തൃപ്തിപ്പെടുത്തൽ എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? വ്യക്തിപരമായി തന്നെ സ്വന്തമായിട്ട് തന്നെ ചില കാര്യങ്ങൾ അവർ സ്വയം നിറവേറ്റുന്നു. ഞാൻ ആ വാക്ക് പറഞ്ഞ ചിലപ്പോൾ ഇതിനകത്ത് ഈ മോണിറ്റൈസേഷൻ്റെ സംഭവങ്ങളൊക്കെ പ്രശ്നമാകും, യൂട്യൂബിന് അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് കാരണമാണ്. അപ്പം അത് സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്ക് അത്രയും തരത്തിലേക്കുള്ള ഒരു സാഹചര്യം ഇല്ല. അതിന് രണ്ട് തരത്തിലാണല്ലോ, അതുകൊണ്ടുള്ള സംഭവം. അപ്പം അവർക്ക് തൃപ്തിപ്പെടുത്താനും അതോടൊപ്പം തന്നെ അവരുടെ ലൈഫിൽ, അതായത് അവർക്ക് പങ്കാളി ഉള്ളപ്പോൾ തന്നെ അതിനെ തീർച്ചയായിട്ടും അവർ കുറച്ചുകൂടെ എൻകറേജ് ചെയ്യുകയും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ കുട്ടിയുടെ ഒരു വൈബ്രേറ്റർ എന്നുള്ള സംഭവം. ഇത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പാശ്ചാത്യ മറ്റേ നീല ചിത്രങ്ങളൊക്കെ കണ്ട ആൾക്കാർക്ക് ഇത് യോ എന്നൊക്കെ വെച്ചിട്ട്, കാരണം 24 hours നല്ല പ്രൈവസി കിട്ടുന്ന സമയങ്ങളിൽ അത് കുത്തിയിരുന്ന് ആ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അതിൻ്റെ ആ ഒരു ഉപയോഗം മാത്രമേ അറിയൂ. ആക്ച്വലി ഇതെല്ലാം എന്താണ്, ഒരു പാർട്ട്ണറിനോടൊപ്പം ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യം അറിയില്ല. ഇനി പറയട്ടെ, ഭർത്താവ് നമ്മളെ സുഖിപ്പിക്കുന്നില്ല. ഞാനിത് ഓപ്പണായി പറയുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ, അല്ലെങ്കിൽ എന്താ ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. ഭർത്താവിൽ നിന്ന് പ്ലഷർ കിട്ടുന്നില്ല, ഓർഗാസത്തിലൂടെ എത്തുന്നില്ല, സുഖം കിട്ടുന്നില്ല,
അതുകൊണ്ട് ഭാര്യമാർ ഇത് യൂസ് ചെയ്യണം എന്നൊക്കെ കുറേ പേര് വിചാരിച്ചിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണയാണ് ഫസ്റ്റ് നമ്മൾ മാറ്റി വെക്കേണ്ടത്. വൈബ്രേറ്ററി യൂസ് ചെയ്യുന്നത് ഒരിക്കലും റീപ്ലേസ്മെന്റോ നമ്മുടെ ഭർത്താവിൻ്റെ റീപ്ലേസ്മെന്റോ അല്ലെങ്കിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ടോ അല്ല, മറിച്ച് നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ എക്സ്പ്ലോർ ചെയ്യാനും പ്ലഷർ കിട്ടാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ. അപ്പോൾ അസ്ലയെ കുറിച്ച് അറിയാം. അസ്ല മാരീഡ് ആണ്, ഹസ്ബൻഡിനോടൊപ്പം ജീവിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആ UK ആണ് ഇപ്പോൾ അവർ. അപ്പോൾ ആ UK വെച്ച് കണ്ടിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറയുകയാണ് ചെയ്തത്. അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് ഈ ഒരു സാധനം ഈ പെൺകുട്ടികളെ വഴിതെറ്റിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഇനി എല്ലാവരും വാങ്ങി ഉപയോഗിച്ചിട്ട് അവർ വഴിതെറ്റി നശിച്ച് നാമാവശേഷമാകുമോ എന്നുള്ളൊരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഇത് ആവശ്യക്കാരാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആവശ്യമില്ലാത്തവർക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ആകുലപ്പെടുകയോ ഒന്നും വേണ്ട. ആവശ്യക്കാരെന്ന് വെച്ചാൽ അത് ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പം ഡിസ്റ്റൻസിലിരിക്കുന്ന റിലേഷൻഷിപ്പ് മാത്രമല്ല, സ്വന്തമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ അകത്ത് പോലും ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ ദിവസങ്ങളിലും ശാരീരിക ബന്ധത്തിലേക്ക് ഏർപ്പെടാൻ കഴിയണമെന്നില്ല. അപ്പോൾ സ്വന്തം പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ പാർട്ട്ണറിന് തന്നെ ഈ ഒരു കാര്യം യൂസ് ചെയ്ത് ആ പങ്കാളിക്ക് ഇത് തൃപ്തിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നൊരു കാര്യമാണ്. അത് നിങ്ങളിത് കേട്ടിട്ട് ഇനി ഇത് എന്തൊക്കെ കേൾക്കുന്ന എന്ന് ചിന്തിക്കണ്ട. ഇപ്പം എല്ലാവരും യന്ത്ര മനുഷ്യ സ്ത്രീകളോ ഒന്നും അല്ല, പല തരത്തിലുണ്ട്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ വളരെ നോർമലൈസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിൽ മാത്രമാണ് എന്തോ ലോകം ഇടിഞ്ഞ് വീഴുമെന്ന് തോന്നൽ വന്നിട്ടിരിക്കുന്നത്. ഇന്നും അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ എഴുന്നേറ്റ് വന്നിട്ടില്ലെന്നുള്ളതാണ്. അപ്പോൾ ഇത് തെറ്റാണോ ഇല്ലയോ എന്നുള്ള കാര്യം അത് ഉപയോഗിക്കുന്നവൻ എന്ത് ആവശ്യത്തിന് ഉപയോഗിക്കുന്നുള്ള കാര്യമാണ്. ഇതിൽ ഇപ്പോൾ നമ്മളിപ്പം ഇങ്ങനെ ഒരു ഇതിനകത്തൊരു താല്പര്യം കണ്ടെത്തുമ്പോൾ സ്വയം തൃപ്തിപ്പെടുത്തുന്ന സമയത്ത് ഇങ്ങനൊരു കാര്യം മാത്രം അതിനോട് മാത്രം താല്പര്യം ഉണ്ടെങ്കിൽ അയാൾ തെറാപ്പി ചെയ്യുക. അതായത് ഈ പറയുന്ന ഒരു പുരുഷൻ സ്വന്തമായിട്ട് തന്നെ അവൻ്റെ താല്പര്യങ്ങൾ നിവർത്തി അടയുകയും സ്വന്തം പങ്കാളിയെ അത് ഒഴിവാക്കുകയും ഇയാൾക്ക് ഇതിനോട് മാത്രം താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ഒരു കൗൺസിലിങ്ങിനോ ഒരു നല്ലൊരു തെറാപ്പിയോ ഒക്കെ എടുത്ത് അയാളത് മാറ്റം വരുത്തുക. അങ്ങനെ ചെയ്യുന്നത് പാപത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. പണ്ടുകാലം മുതൽ ഇന്ന് ഈ കാലഘട്ടം വരെയും മതങ്ങൾ ചിലത് പഠിപ്പിക്കുന്നത് ഇതൊക്കെ പാപം എന്നാണ്. എന്താണ് ഈ സ്വന്തമായിട്ട് ഇത് കണ്ടെത്തുന്നത് പാപമാണ്. എന്നാൽ ക്ലിനിക്കൽ ടെസ്റ്റിലൂടെയും അതുപോലെ തന്നെ സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ചിലൂടെയും സയൻസ് പറയുന്നത് ഇതൊരു പാപമല്ല, അതൊരു തെറ്റുമല്ല, സമ്മർദ്ദത്തിനെ കുറയ്ക്കുമെന്നാണ്. പക്ഷേ ഇത് അമിതമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് കാര്യവും അമിതമായ ദോഷമാണ്. അങ്ങനെ അമിതമായ ദോഷമാണെന്ന് പുരുഷന്മാർക്കാണെങ്കിൽ, അതാ ഞാൻ പറഞ്ഞത്, സ്ത്രീകൾക്ക് ആ ഒരു കാര്യത്തിൽ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അവർക്കൊരു ഓപ്ഷനായിട്ട് സ്വീകരിക്കാം എന്നുള്ളൊരു കാര്യം മാത്രമാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. പക്ഷെ അത് എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ്. ഇവരെന്ന് പറഞ്ഞാൽ നിങ്ങളിത് ഉപയോഗിക്കൂ എന്നല്ല പറയുന്നത്, എഡ്യൂക്കേറ്റ് ചെയ്യാണ്. ഇങ്ങനൊരു സംവിധാനങ്ങളുണ്ട് എന്നുള്ളതാണ്. പങ്കാളിയുടെ നിത്യജീവിതത്തിൽ പങ്കാളിക്ക് സ്വന്തം പാർട്ട്ണറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കാം. ആ പങ്കാളികൾ തമ്മിൽ സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും പിന്നെ അത് കുടുംബം ശിഥിലമായി പോവുകയും അല്ലെങ്കിൽ മറ്റു പല ബന്ധങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്ന കാര്യം വരും. എന്നാൽ സ്വന്തം ലൈഫിൻ്റെ അകത്തുള്ള ഏറ്റവും പ്രൈമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ള കാര്യത്തിന് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനെ മറ്റൊരു സെൻസിൽ കാണരുത്. സെക്സ് ടോയ്സ് എന്ന് പറയുന്നത് ഓക്കെ, നമ്മളുടെ ഒരു ഇന്റിമസി ഒക്കെ കൂട്ടുക എന്നൊക്കെ പറയില്ലേ, ഓരോ ദിവസം നമ്മൾ ഒരേ പാറ്റേണിൽ പോകാണ്ട് എന്തെങ്കിലും സംതിങ് ന്യൂ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അത് ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ സ്പൈസി ആക്കാനല്ലേ നമുക്ക് കൂടുതൽ ചാൻസ് അതിന് ഉണ്ടാക്കുന്നതാണ്. സീരിയസ്ലി നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ലോകത്തിൽ ഹോളിവുഡ് മൂവിയെക്കാട്ടിലും ഭയങ്കര വലിയ വാണിജ്യ മേഖല അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ കാഴ്ചക്കാരുള്ള ഒരു ഏരിയയാണ് ഈ പറയുന്ന ഈ നീല മേഘങ്ങൾ കറക്കി നടക്കുന്ന ആ ഒരു ഏരിയ. അപ്പം ആ ഒരു സംഭവം ഇതെല്ലാം ഈ ഓൺലൈനായിട്ട് മീഡിയാസിൻ്റെ അകത്തൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു രാജ്യവും കൂടിയാണ് നമ്മുടെ രാജ്യം. പക്ഷേ ഇവിടെ നമ്മുടെ ഈ ഒരു സാധനം ഇപ്പോൾ അത് ബാൻഡാണ്. എന്നാൽ ചില സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാർ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നും വേണ്ട, ട്വിറ്റർ തുറന്നു കഴിഞ്ഞാൽ ട്വിറ്റർ തുറന്നെന്ന് പറഞ്ഞാൽ ഇനി പടത്തിനിപ്പം അതിലേക്ക് തന്നെ എല്ലാവരും കൂടെ കൂട്ട ഒഴുക്കായിരിക്കും. എനിവേ, എല്ലാ സ്ഥലങ്ങളിലും ഇത് പബ്ലിക്കലി തന്നെ ഇപ്പം അവൈലബിൾ ആവുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ കണ്ട് സംതൃപ്തി അടയുന്നത് ശരിക്കും പറഞ്ഞാൽ ചോദിച്ചാൽ തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയുന്നതായിരിക്കും ബഹുഭൂരിപക്ഷം. എന്നാൽ ഇത് ഉപയോഗിക്കാത്തവരുടെ എണ്ണം വളരെ കുറവാണ്. നിങ്ങളിൽ അങ്ങനെ ഈ ട്വിറ്റർ ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് ആരെങ്കിലും ഉണ്ടോ? അതോ ഈ പറയുന്ന സൈറ്റുകളൊന്നും ഇങ്ങനെ നോക്കിയിട്ടേ ഇല്ലാത്തവർ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? എനിക്കിതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ വേറെ ഒന്നും കൊണ്ട് ചോദിച്ചല്ല, എൻ്റെ അറിവിലേക്കായിട്ട് ചോദിച്ചതാണ്. എല്ലാത്തിനും നമ്മൾ വാതുറന്ന് കുറ്റം പറയും. ഈ പുള്ളിക്കാരത്തി പറഞ്ഞു, നമ്മുടെ ലൈഫിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ആരാണെങ്കിലും തീർച്ചയായിട്ടും അത് മടുപ്പ് തന്നെയാവും. എന്ത് കാര്യത്തിൻ്റെ അകത്തൊരു പുതുമ മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ആഗ്രഹിക്കും. എന്തുകൊണ്ട് നിങ്ങൾ മണിച്ചിത്രത്താഴ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാളെ മുതൽ എല്ലാ ദിവസവും നിങ്ങൾ മണിച്ചിത്രത്താഴ് കാണും, കിലുക്ക സിനിമ നിങ്ങൾക്ക് ഇഷ്ടമാണ്, എല്ലാ ദിവസവും നിങ്ങൾ കിലുക്ക സിനിമ കാണും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യം, അതായത് സ്വന്തം പങ്കാളിയിൽ അല്ലെങ്കിൽ അവരിൽ നിന്ന് മറ്റൊന്ന് വിട്ടുപോകാതെ അവരിൽ തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം
എന്താണ് പുതിയ പുതിയ പുതുമകൾ കണ്ടെത്തുക. അല്ലാതെ ഇവരെന്നും ഒരേ രീതിയിലാവുമ്പോഴേക്കാണ് ഇവർ ശരിക്കും പറഞ്ഞ മറ്റ് പല വഴികളിലേക്കും പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മാസ്റ്റർബേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം സ്ത്രീകൾക്ക്. അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഞാൻ ഓപ്റ്റ് ചെയ്യുന്ന ബെസ്റ്റ് എന്ന് പറയുന്നത് കപ്പിൾ എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭർത്താവ് ഭാര്യയ്ക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഭർത്താവ് ഇത് യൂസ് ചെയ്തിട്ട് ഭാര്യയ്ക്ക് ക്ലീറ്റോറിസ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നമ്മളെ സെൽഫായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. രണ്ട് പാർട്ട്ണറുമായിട്ട് ഈ ഒരു കാര്യം യൂസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം സെൽഫായിട്ടുള്ളതുള്ളൊരു കാര്യത്തിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ടും ഞാൻ അതാ പറഞ്ഞത്, ഇതിനകത്തൊരു പ്രശ്നമുണ്ട്, എന്നാൽ അതിനകത്തൊരു ദോഷഘടകമില്ലതാണ്. എന്ന് വെച്ചാൽ ഇപ്പം ഒരു വ്യക്തിക്ക് ഇങ്ങനൊരു താല്പര്യം അഥവാ ലൈംഗികപരമായ ആ ഒരു താല്പര്യം ആഗ്രഹം ഒക്കെ വരുന്ന സമയങ്ങളിലാണ് ഈ സ്വയം ആത്മസംതൃപ്തി അടയുക എന്നുള്ള ഈ പരിപാടിയിലേക്ക് എത്തുക. ഒറ്റയ്ക്കാണ്, വേറെ ആരുമില്ല. അപ്പം ആ സമയത്ത് അവർ മറ്റ് പല ബന്ധങ്ങളിലേക്ക് പോയുള്ള അവസ്ഥ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഭയങ്കരമായിട്ടുള്ള ദോഷം അവർക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ബന്ധത്തിലുള്ളവർ പാർട്ട്ണർ മറ്റ് സ്ഥലത്തോടെങ്കിലൊക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെ ഉള്ള കാര്യം. എന്നാൽ അവർക്ക് ആ സമയത്തൊരു ആശ്രയം പോലെ ഇവർക്ക് സ്വന്തമായിട്ടത് യൂസ് ചെയ്യാം. അപ്പോഴും നിങ്ങൾ പറയുന്നത് തെറ്റല്ലേ? ഒരാളുടെ തെറ്റും ശരിയും നിർണ്ണയിക്കേണ്ടതും അത് തെറ്റും ശരിയും തിരിച്ചറിയേണ്ടതും അവരവർ തന്നെയാണ്. നമുക്ക് ആവശ്യമില്ലേ, നമ്മൾ ആ വഴിക്കേ പോകണ്ട. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. എന്നാൽ മറ്റൊരാളുടെ ആവശ്യത്തിന് നമ്മൾ അത് ചെയ്യരുതെന്നോ അരുതെന്നോ പറയാൻ നമുക്കൊരു തരത്തിലുള്ള എന്താ പറയുക, ഒരു റൈറ്റ് ഇല്ല. പ്രത്യേകിച്ച് നമ്മുടെ ഭരണഘടനയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പറയാത്തൊരു കാര്യമല്ല ഇതൊന്നും. അല്ലെങ്കിൽ ഇത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടെന്നല്ല, ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിനകത്ത് ഇതൊക്കെ വരും. പക്ഷെ നമ്മളിത് ഇന്ന് ഒരിടത്ത് എത്താമെന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ രംഗത്ത് ഇതിനെക്കുറിച്ചൊന്നും ഒരു വിദ്യാഭ്യാസം പോലും കൊടുക്കുന്നില്ല. എന്നാൽ വിദേശ രാജ്യങ്ങളിലെ ഈ ഒരു കാര്യം, അതായത് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഇതിനെക്കുറിച്ചൊക്കെ മാർഗങ്ങൾ, സുരക്ഷാ മാർഗങ്ങൾ, അതിനകത്ത് അവരത് എങ്ങനെയാണത് യൂസ് ചെയ്യേണ്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കും. ഞാൻ കേട്ടിട്ടുള്ളതാണ്, കല്യാണത്തിനൊക്കെ മുമ്പ് തന്നെ ചില മതവുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർ അതിനെക്കുറിച്ചൊരു കൗൺസിലിംഗ് പോലെ ക്ലാസ് എന്തൊക്കെ കൊടുക്കും. എങ്ങനെയാണ് ദാമ്പത്യത്തിൽ ഇടപെടേണ്ടത്, ലൈംഗിക ജീവിതം എങ്ങനെയായിരിക്കണം എന്നതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഇത് ഏത് വിഭാഗക്കാരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാത്തത് കൊണ്ടാണ് എനിക്കത് പറയാൻ വേണ്ടിയിട്ട് പറ്റാത്തത്. മറ്റ് പ്രമുഖ മതങ്ങളിലൊന്നും അത് ഉണ്ടോയെന്ന്, അങ്ങനെ ഒരു കാര്യം ഉണ്ടോയെന്ന് അറിയത്തില്ല. പക്ഷെ പാപമാണെന്ന് പറയും. ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം പാപമാണെന്നാണ് പറയുന്നത്. ഈ ഭൂമിയിൽ മനുഷ്യനും മറ്റുള്ള എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കുന്നത് പ്രത്യുൽപാദനത്തിലൂടെയാണ്. പ്രത്യുൽപാദനത്തിൻ്റെ ഒരു ഭാഗം മാത്രത്തിൻ്റെ അതിൻ്റെ ഒരു വാക്കിനെ മാത്രം അടർത്തിയെടുത്തുകൊണ്ട് വലിയൊരു തെറ്റായിട്ട് നമ്മുടെ സമൂഹത്തിൽ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ വളരെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനെയൊക്കെ വലിയ ആനക്കാര്യമായിട്ട് കാണുകയും എന്നൊക്കെ പറയരുത്. കാരണം നിങ്ങളും ഞാനും എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടത് അതിലൂടെ തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ ലോകത്താരും ചെയ്യാത്തതുമല്ല. അങ്ങനെ എന്താ പറയുക, രണ്ട് ടൈപ്സും സെക്സ് ടോയ്സ് മാറ്റി വരുമ്പോൾ ആ റിലേഷൻഷിപ്പ് കുറച്ചും കൂടിയും എന്താ പറയുക അടിപൊളിയാക്കുക, ബ്യൂട്ടിഫുൾ ആക്കുക എന്നുള്ളതും. പിന്നെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മാസ്റ്റർബേഷൻ ഒരിക്കലും തെറ്റായ കാര്യവും മോശമായ കാര്യമല്ല. ഓക്കെ, സ്ത്രീകളും പുരുഷന്മാരും മാസ്റ്റർബേറ്റ് ചെയ്യുന്നവരുണ്ട്. അധികം ഒരു ടൂൾ ഉപയോഗിച്ച് വെച്ചിട്ട് അവിടെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഇത് യൂസ് ചെയ്തുകൊണ്ട് വേറെ ഹെൽത്തിനോ നമ്മുടെ ആരോഗ്യത്തിനോ യാതൊരു പ്രശ്നവും വരത്തില്ല. നമുക്ക് ഇതിന്റെ സൈഡ് എഫക്ട്സ് ഒന്നും വേറില്ല. ഇത് യൂസ് ചെയ്തെന്ന് വെച്ചിട്ട് നമുക്ക് പിന്നെ പ്ലഷർ കിട്ടാതിരിക്കുക, ഓർഗാസത്തിലോട്ട് വേറെ എത്താതിരിക്കുക, അങ്ങനൊന്നും യാതൊരു പ്രശ്നവും വരുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം അസ്ല ഒരു എഡ്യൂക്കേഷൻ പർപ്പസിനാണ് ഇത് കാര്യങ്ങൾ പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് വ്യക്തിപരമായി ഇത് സ്വന്തം കാര്യം ആ ഒരു സംതൃപ്തിയിലേക്ക് സ്വയം എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അതിലേക്ക് മാത്രം ഇപ്പം നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് താല്പര്യമില്ലാതെ ഇങ്ങനെയുള്ളൊരു ടോയോട് താല്പര്യം മാത്രമായിട്ട് നിങ്ങൾ മാറുകയാണെങ്കിൽ ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. അതായത് അത് ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയേക്കാം. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അത് ഒരുപാട് ഇഷ്യൂസിലേക്ക് നിങ്ങൾ പോയേക്കാം. നിങ്ങളുടെ ആ ഒരു ജീവിതം തന്നെ ചിലപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം. അതിനൊക്കെ ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ പോകേണ്ടി വരും. എന്ത് കാര്യവും അതിനകത്തുള്ള നോർമൽ വേസ്, നമ്മുടെ പ്രകൃതിയാൽ ഉള്ള കാര്യങ്ങളിലേക്കുള്ള അട്രാക്ഷൻ വിട്ട് ഇങ്ങനെയുള്ളൊരു എന്താ പറയുക, ചില ഈ പറഞ്ഞ സംവിധാനങ്ങളിലേക്ക് മെക്കാനിക്കലായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്കൊക്കെ പോകുമ്പോൾ അതിനോട് മാത്രമായിട്ട് ഇൻട്രസ്റ്റ് വന്നാൽ അതൊരു പ്രശ്നമാണ്. അല്ലാതെ ഇത് മനസ്സിലാക്കിയിരിക്കുകയും നിങ്ങളുടെ സ്വന്തം ലൈഫിൻ്റെ അകത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് അത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ വളരെ വ്യക്തിപരമായ കാര്യമാണ്. ഇന്നും നമ്മുടെ നാട്ടിൽ ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അതൊരു തെറ്റല്ല എന്ന് മാത്രം മനസ്സിലാക്കിയിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറ്റുള്ള വഴികൾ അഥവാ വേണ്ടാത്ത വഴികളിലേക്ക് പോകാതിരിക്കാൻ ഒരു ഉപായം എന്നുള്ളത് മാത്രമായിട്ടാണ് ഞാൻ കരുതുന്നത്. അടുത്തത് ഏറ്റവും മാരേജ് ലൈഫിൽ ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഹസ്ബൻഡിനോടാണെങ്കിലും വൈഫിനോടാണെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടത് അവിടെ ഏറ്റവും വലുത് എന്താ പറയുക കണക്ഷനാണ്.
ലവ് ട്രസ്റ്റ് കണക്ഷൻ ആണ്, ഒരു മാരേജ് ലൈഫ് അടിപൊളിയാണ്. അല്ലാണ്ട് ഒരിക്കലും ഒരു സെക്സ് ടോയ് അവരുടെ ഇടയിൽ വന്നു വെച്ചിട്ട് അവരുടെ ഇടയിൽ ഒരു എന്താ പറയുക ഇന്റിമസി കുറയാനോ ഒന്നും തന്നെ പോകുന്നില്ല. നമ്മുടെ സ്വന്തം ബോഡി എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാർ എന്നാലും ഓക്കെയാണ്, അവർ മാസ്റ്റുർബേറ്റ് ചെയ്യാറുണ്ട്, എല്ലാവരും എല്ലാം പറയുന്നത്. എന്നാലും പുരുഷന്മാർ സ്ത്രീകളെക്കാൾ കൂടുതൽ മാസ്റ്റുർബേറ്റ് ചെയ്യാൻ കാര്യമാണ്. പക്ഷേ സ്ത്രീകൾ പലർക്കും അവരുടെ പ്ലഷർ പോയിന്റ് എന്തെന്ന് പോലും അറിയില്ല. ഇപ്പോൾ ചിലർ വിചാരിക്കുക ക്ലിറ്റോറിസ് സ്റ്റിൽ എല്ലാവർക്കും ക്ലിറ്റോറിസ് സ്റ്റില്ലേക്ക് കഴിഞ്ഞാൽ. അപ്പം അസ്ല ഈ പറഞ്ഞ കാര്യങ്ങളുടെ മുഴുവൻ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും അസ്ലയുടെ ചാനലിലുണ്ട്. പക്ഷേ ആ കമൻറ്റ് ബോക്സ് ഓഫാണ്. കമൻറ്റ് ബോക്സ് ഓഫ് ആകാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരും അവരെ തെറി പറയുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഒരു കാര്യം മാത്രം ചിന്തിക്കുക, നമ്മുടെ ഈ ഒരു ലോകത്ത് വളരെയധികം നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നു. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്നും കിട്ടാത്തൊരു കാര്യമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എഡ്യൂക്കേഷൻ. യെസ്, ഈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരൊറ്റ അർത്ഥം മാത്രം കണ്ടുകൊണ്ട് അവർ മറ്റേ പിഴച്ചവരാണ്, മോശമാണ്, അതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു മഹാഭാവികളാണ് എന്നുള്ള രീതിയിലേക്കുള്ളൊരു ചിന്താധാര മാറേണ്ട കാലമൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ ഇത് ഉപയോഗിക്കുന്നവർക്ക് മാത്രം ഉപയോഗിക്കുക. ഇത് എൻകറേജ് ചെയ്യപ്പെടേണ്ട കാര്യമോ ഇതിനെക്കുറിച്ച് ഒളിച്ചു പൊളിച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം ഒരു സ്വന്തം ഹസ്ബൻഡ് നാട്ടിലില്ലാത്തൊരു സ്ത്രീ, ഹസ്ബൻഡിന് ചിലപ്പോൾ പുറത്തേക്ക് പോയിട്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ടുള്ള വഴികളിലൂടെ അത് സംതൃപ്തി കണ്ടെത്താം. ഈ പുറത്ത് ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ ഭർത്താവിൻ്റെ താല്പര്യം അല്ലെങ്കിൽ ഭർത്താവ് കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ചില മൊമെന്റ്സ് ഉണ്ടാവും. ആ മൊമെന്റ്സിൽ എന്താ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു തരൂ. സഹിക്കണം, സപ്രസ് ചെയ്യണം, മിണ്ടാതെ കിടക്കണം, വീട്ടിൻ്റെ അകത്ത് അടങ്ങി ഒതുങ്ങി അങ്ങനെ ജീവിക്കണം എന്നൊക്കെ പറയുന്ന ആ ഒരു മൈൻഡ് സെറ്റിലേക്കാണോ നിങ്ങൾ സംസാരിക്കാൻ താല്പര്യമുള്ളത്? അവനവന് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോട് സ്വന്തമായിട്ടുള്ള ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയും. അതുകൊണ്ട് ആർക്കും വേറെ ദോഷം ഉണ്ടാകുന്നില്ല. അത് വേണ്ട എങ്കിൽ വേണ്ട, വേണമെങ്കിൽ അവർ ചെയ്തോട്ടെ, അല്ലെങ്കിൽ വേണ്ട എന്നുള്ള കാര്യം മാത്രമാണ്. ആ കുട്ടിയുടെ ഹസ്ബൻഡുമായിട്ട് ജീവിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെയുള്ളൊരു കാര്യം അവർ പരസ്പരം രണ്ടുപേരും ഒരുമിച്ചുള്ള വേളകളിൽ അവരത് ഉപയോഗിക്കുന്നു, എൻജോയ് ചെയ്യുന്നു. എൻജോയ്മെൻ്റായിട്ടല്ല ലൈഫ്. ഈ വളരെ ഷോർട്ട് പീരീഡിനകത്ത് ജീവിച്ച് മരിച്ചു പോകുന്ന നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് വാചാരരായിട്ട് മറ്റുള്ളവരുടെ ഈ ഒരു ഇതൊക്കെ പാപമാണ്, പുണ്യമാണ്, മറ്റേ ഇതാണ് ദൈവത്തിൻ്റെ ഇത് ശാപം കിട്ടും, ഇതൊക്കെ പാവികളെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ആൾക്കാരും വരെയുണ്ട്. ഇതൊക്കെ പാപമാണ്, ഇങ്ങനെ പറയുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇനിയിപ്പോൾ തെമ്മാടിക്കുഴിയുടെ കാര്യം മാത്രം പറഞ്ഞില്ലെന്നെങ്കിലേ ഉള്ളൂ. ഞാൻ ആരെയും അപമാനിക്കാനോ കുറ്റപ്പെടുത്താനോ ശ്രമിക്കുന്നതല്ല, ഒരിക്കലും അങ്ങനെയല്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എന്ത് കാര്യവും അമിതമായ ദോഷമാണ്. അതിനോട് മാത്രമായിട്ട് അഡിക്ഷൻ വന്നാൽ ദോഷമാണ്. എന്നാൽ ഈ ഒരു കാര്യം സത്യം പറഞ്ഞാൽ ഒരു എഡ്യൂക്കേഷനലി നമുക്ക് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് അറിഞ്ഞിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ സ്വാഭാവികമായിട്ടും ഓരോ കാര്യങ്ങളുടെ അകത്തും വഴിതെറ്റി എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മറ്റ് ബന്ധങ്ങളിലേക്ക് പോവുക. അങ്ങനെ ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സംതൃപ്തിപ്പെടുത്താൻ ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങളും കൂടെ ഉണ്ട്. വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേണ്ട. ഇത് നിങ്ങൾക്ക് എനിക്ക് ഇതിനപ്പുറം ലളിതമായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. ഈ കമൻറ്റ് ബോക്സിൻ്റെ താഴെ തീർച്ചയായിട്ടും തെറിവിളി കമൻറ്റ് വരാൻ, നീ ആരടാ, നീ ഇങ്ങനെയാണോടാ എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ അടക്കം വരും. സ്വാഭാവികമായിട്ട് ഞാൻ പറയാനുള്ളത്, എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെ തുറന്നു കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഹാപ്പിയാണ്. അതുകൊണ്ട് ആ ഒരു ചോദ്യത്തിന് മറുപടി അത്രമാത്രം. പിന്നെ ഈ പറയുന്ന പല ആൾക്കാരുടെ എത്രയോ കുടുംബങ്ങളിനകത്ത് ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള, നമ്മളിപ്പം റീസെൻ്റ് ആയിട്ട് ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചിട്ടുള്ളതാണ്. അതായത് പങ്കാളികൾ, ഒരുമിച്ച് ജീവിക്കുന്ന പങ്കാളികളിൽ തന്നെ പുരുഷന് സ്വയം ഈ ഒരു താല്പര്യം കണ്ടെത്തിയിട്ട് ആത്മനിർവൃതി അടയുക, സ്വന്തം പങ്കാളിയോട് യാതൊരു താല്പര്യവും ഇല്ലാതിരിക്കുക. അങ്ങനെ ആലോചിച്ച് നോക്കുക, ഒരു ബെഡിൽ കിടക്കുന്ന രണ്ട് വ്യക്തികൾ, അതിൽ ഒരാളോ ഇയാളുടെ സ്വന്തം കാര്യം നോക്കിയിട്ട് അയാൾ കിടന്നുറങ്ങും, എന്നാൽ ഭാര്യയ്ക്ക് വേണ്ട കാര്യങ്ങൾ അയാൾ ചെയ്ത് കൊടുക്കത്തുമില്ല. അങ്ങനെ വരുമ്പോഴേക്കും ആ ഭാര്യ എന്ത് ചെയ്യണം? സാക്രിഫൈസ് ചെയ്യണമെന്നാണോ എന്ന് പറഞ്ഞെന്ന്. ഇതേ കാര്യം ഭാര്യയാണ് ചെയ്യുന്നത്, എന്തായിരിക്കും അവസ്ഥ? ഭാര്യ ഇതുപോലെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ സ്വയം തൃപ്തിപ്പെടുത്തിയിട്ട് അപ്പുറത്തിറങ്ങുന്ന ഭർത്താവിനെ മൈൻഡ് ചെയ്ത് കിടന്നുറങ്ങുമെന്ന് വിചാരിക്കുക. ഇടയിൽ ലൈഫിൻ്റെ അകത്ത് അറ്റാച്ച്മെൻറ്റും ഇങ്ങനെയുള്ള പ്രോസസ്സ് ഒക്കെ കടന്നു പോയാൽ മാത്രമല്ലേ മാനസികാരോഗ്യം എന്നുള്ള സാധനം ഉണ്ടാവുള്ളൂ. മാനസികാരോഗ്യത്തിൻ്റെ ഏറ്റവും വലിയ കാര്യമാണ് ബയോളജിക്കൽ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക. ബയോളജിക്കൽ നീഡ്സിനെ സപ്രസ് ചെയ്യുന്നതോറും ഫ്രസ്ട്രേറ്റഡ് ആവും, ഡിപ്രഷൻ വരും, വലിയ ഇഷ്യൂസൊക്കെ വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതൊന്നും ഒരു പാപമായിട്ട് ആരും കാണാതിരിക്കുക. ആദ്യം ബാക്കി നിങ്ങൾക്ക് പറയാനുള്ള വിമർശനങ്ങളൊക്കെ താഴെ എഴുതുക. എന്തായാലും അസ്ല, അതുപോലെ തന്നെ സ്പാർക്ക് ബൈ ശിശിര, അതുപോലെ തന്നെ നിരപ്പിൽ ആ പയ്യൻ, തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ സമൂഹത്തിൽ വേണം. അവരെ ഒരിക്കലും മോശമായിട്ടല്ല കാണേണ്ടത്. നമുക്ക് പുതിയ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു തരുന്നവർ ശരിക്കും പറഞ്ഞ ഗുരുസ്ഥാനത്താണ്. അതുകൊണ്ട് മറക്കാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്.